ഗെയ്സ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് ബെത്ലഹേം എന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണണേ. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി സമയം കളയേണ്ട, വേഗം തന്നെ പോകാം. പെൻസിൽവാനിയയിലാണ് ഈ ബെത്ലഹേം എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. നമ്മൾ ഈ പോകുന്ന വഴികളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ഈ വഴികളിലൂടെയൊക്കെ പോയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ ഈ പാലം, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൻസിൽവാനിയ സ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യണേണ്. ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ എവിടെയൊക്കെ പോയപ്പോഴാണ് ഇതിലൂടെ പോയെന്നുള്ളത്. അതേ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ ഒരു കുഞ്ഞ് ലേക്ക് പോണതൊക്കെ. ഇതിപ്പോൾ വിൻ്ററിന് മുമ്പ് ഞങ്ങൾ പോയപ്പോൾ എടുത്ത വീഡിയോയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പച്ചപ്പൊക്കെ കാണുന്നത്. എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. രണ്ട് സൈഡും ഇങ്ങനെ മരങ്ങളൊക്കെ നമ്മുടെ ഈ അതിരപ്പള്ളിയിലൊക്കെ പോണ പോലെയൊക്കെ തോന്നണില്ലേ. എന്തായാലും വിൻ്ററായാലും ശരി, അതിന് മുമ്പായാലും ശരി, ഭംഗിക്ക് കുറവൊന്നുമില്ല കേട്ടോ. രണ്ടും രണ്ട് രീതിയിലുള്ള ഭംഗികളാണ് അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമാവണുണ്ടോ ഈ സ്ഥലമൊക്കെ? എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് കേട്ടോ. നമ്മളങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ ഈ ബെത്ലഹേമിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാനായിട്ട്. എങ്കിലും നമ്മളിപ്പോൾ വന്നേക്കണത് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഒരു സ്റ്റീൽ കമ്പനിയിലാണ് ഇപ്പോൾ വന്നേക്കണത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇതുമാതിരത്തെ കുറേ പാർക്കിങ്ങും ബിൽഡിങ്ങുകളൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ കടന്നിട്ടാണ് നമ്മൾ ഈ സ്റ്റീൽ കമ്പനിയുടെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറണത്. ഈ കാണുന്നതാണ് സ്റ്റീൽ കമ്പനി. റൈറ്റ് സൈഡിൽ കാണാണ്ട. ഇതിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റീൽ കമ്പനിയൊന്നും അല്ല കേട്ടോ. ഇത് വർഷങ്ങളായിട്ട് പൂട്ടി കിടക്കുന്ന ഒരു കമ്പനിയാണ്. എല്ലാം ഞാൻ വഴിയെ പറയാം. ദേ ഇത് കണ്ട എന്തു വലിയതാണെന്ന് അറിഞ്ഞാൽ നല്ല ഭംഗിയാണെന്നേ കാണാനായിട്ട്. ഇതിൻ്റെ അടുത്തു കൂടെയൊക്കെ നമുക്ക് പോയി കാണാം. അങ്ങനെ നമ്മളിപ്പോൾ നേരെ പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നല്ല തിരക്കുണ്ടായിരുന്നു ഈ സ്ഥലത്ത്. കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഈ സ്റ്റീൽ കമ്പനി ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ സ്റ്റീൽ കമ്പനിയോട് ചേർന്ന് തന്നെ ചെറിയൊരു എക്സിബിഷനൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ തിരക്കാണെന്ന് തോന്നണം. അവിടെ ആളുകൾ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കാണാൻ വന്നേക്കണതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കണത്. അപ്പോൾ ഈ സ്റ്റീലിൻ്റെ ഇതിൻ്റെ കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലേക്ക് പോകണം കേട്ടോ. എന്നാലുള്ളൂ നമ്മൾക്ക് കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുള്ളൂ. നമ്മളങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് പോവുകയാണ്. മുകളിൽ ഇങ്ങനെ കുഞ്ഞു പാലം പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഈ സ്റ്റീൽ കമ്പനിയോട് ചേർന്ന് തന്നെ. അപ്പോൾ അതിൽ നിന്നാലേ കാഴ്ച കാണാൻ പറ്റുള്ളൂ. ഇത് എൻ്റെ ബാക്കിൽ കാണാണ്ട്. അതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ എക്സിബിഷൻ ഉള്ളത്. ഇത് കണ്ടില്ലേ എന്തു വലിയ സ്റ്റീൽ കമ്പനിയാണെന്ന് അറിഞ്ഞാൽ. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. ഇതിങ്ങനെ വർഷങ്ങളായിട്ട്, അതായത് ഒരു 10-30 വർഷത്തോളം ഇതിങ്ങനെ ഉപയോഗിക്കാതെ ഇതിങ്ങനെ കിടക്കണത്. ഇതിപ്പോൾ ഇങ്ങനെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ തുറന്നു കൊടുത്തേക്കാണ്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് ഈ ഒരു സ്റ്റീൽ ഫാക്ടറി മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. ഞാൻ നേരെ കാണാണ്ട്. ഇതൊക്കെ ഈ സ്റ്റീലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോരോ കമ്പനികളൊക്കെയാണ്. അത് പക്ഷേങ്കിൽ ഇപ്പോൾ അത് ഓരോരോ ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ഷോപ്പിംഗ് മാളുകൾ, അങ്ങനെ ഓരോന്നായിട്ട് ഇപ്പോൾ ഇവരതിങ്ങനെ വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണോ. ഇത് മാത്രം ഇവരിങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് ഇങ്ങനെ ടൂറിസ്റ്റുകൾക്ക് കാണാനായിട്ട് ഈ ഇതിനോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞു പാലമൊക്കെ സെറ്റ് ചെയ്ത് അതിലൂടെ നടന്ന് നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കാണാം. ഈ സ്റ്റീൽ കമ്പനിയുടെ ഓരോരോ കാര്യങ്ങളാണ് ഇവരിങ്ങനെ ഓരോ ബോർഡിൽ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വായിച്ച് നമുക്ക് ഇവിടുത്തെ സ്റ്റോറിയൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാം. ഇതിപ്പോൾ ആകെ ഇങ്ങനെ കാട് പിടിച്ച് ആകെ നാശമായി കിടക്കുക. നാശമൊന്നും പറയാൻ പറ്റൂല. അതും അതിൻ്റേതായ ഒരു ഭംഗിയിൽ ഇവരിതിങ്ങനെ നിലനിർത്തിയൊക്കെയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ പാലത്തുമ്മ കൂടി നടക്കേണ്ട. അപ്പം ഞാനിതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പറയണില്ല. കാരണം ഈ ഒരുപാട് ഹിസ്റ്ററി പറഞ്ഞാലേ നിങ്ങൾക്കും ബോറാവും എനിക്കും ബോറാവും. എങ്കിൽ പോലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അല്ലെങ്കിൽ ഇതെന്താണ് സംഗതി എന്ന് നിങ്ങൾക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കുമല്ലേ. അപ്പോൾ ഇതെന്താ സംഗതി എന്ന് വെച്ചാൽ നമ്മുടെ ഈ രാജ്യത്ത് തന്നെ രണ്ടാമത്തെ ഒരു സ്റ്റീൽ കമ്പനിയാണ് കേട്ടോ ഇത്. ബെത്ലഹേമിലാണ് ഇത് ഉള്ളത്. ഈ സ്റ്റീൽ കമ്പനിയിൽ പ്രധാനമായിട്ടും ഉള്ളത് ഉരുക്ക്, കപ്പൽ നിർമ്മാണം, ഖനനം എന്നിവയൊക്കെയാണ്. ഇതിപ്പോൾ 21 വർഷമായി ഇതിപ്പോൾ ഈ കമ്പനി ഇങ്ങനെ പൂട്ടിയിട്ടേക്കണത്. ഇപ്പോൾ അമേരിക്കയിൽ തന്നെയുള്ള ന്യൂയോർക്ക്, അതുപോലെ തന്നെ ചിക്കാഗോ, ഇവിടെയൊക്കെയുള്ള പ്രധാനമായിട്ടുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾ ഈ ഒരു സ്റ്റീൽ വെച്ചിട്ടൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് പാലങ്ങളും ഇത് വെച്ചിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ നിർമ്മിച്ചേക്കണ സ്റ്റീലും ഇരുമ്പൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞേക്കണത്.
പിന്നെ അതുപോലെ തന്നെ രണ്ടാം ലോകമഹായുദ്ധ സമയത്തൊക്കെ ഈ യുദ്ധക്കപ്പൽ, അതുപോലെ തന്നെ സൈനിക ആയുധങ്ങൾ, ഇതൊക്കെ ഇവിടെ നിന്നാണ് നിർമ്മിച്ചേക്കണത്. ആ സമയത്തൊക്കെ ഈ ഒരു കമ്പനിയിൽ 31,000 ആളുകൾ ജോലി ചെയ്തെന്നൊക്കെയാണ് കേട്ടോ പറയണേ. അതായത് ഈ രണ്ടാം ലോകമഹായുദ്ധ സമയത്തൊക്കെ. അങ്ങനെ ഒരുപാട് സവിശേഷതകളൊക്കെ ഉള്ള ഒരു കമ്പനിയാണിത്. പക്ഷേ എങ്കിൽ പോലും ഒരു കാലത്ത് ഇത് ആകെ നഷ്ടം വന്ന് ആകെ പാപ്പരാസിയായി. അങ്ങനെയാണ് ഈ കമ്പനി പൂട്ടിയെന്നാണ് ഗൂഗിളിൽ പറയണത്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയണില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആകെ ഒരു ബോറിങ്ങായി പോകും. പിന്നെ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്കിത് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി ഇതൊക്കെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത മറ്റേ ജയിലില്ലേ, അതും ഇതേപോലെ തന്നെ പൂട്ടിക്കിടന്നേച്ച ഒരു ജയിലാണ് ഇത്. ഈ കമ്പനിയും ഇതേപോലെ പൂട്ടിയിട്ടേക്കായിരുന്നു കുറേ വർഷങ്ങൾ. പിന്നീട് അത് തുറന്ന് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെയൊക്കെ തുറന്നിട്ട് ഇങ്ങനെ കൊടുത്തേക്കണേണ്. അമേരിക്കയിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫാക്ടറികൾ, നമ്മൾ അന്ന് കണ്ട ജയിൽ, അങ്ങനെയൊക്കെ ഇങ്ങനെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്നു കൊടുത്തേക്കണ കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാനും ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാനൊക്കെ സാധിച്ചത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം ഇതിങ്ങനെ നശിച്ച് കളയാതെ അവരിങ്ങനെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ തുറന്നു കൊടുത്തേക്കണ കാരണം ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാനൊക്കെ സാധിച്ചല്ലേ. അല്ലെങ്കിൽ ഇതാകെ നശിഞ്ഞ് ഇതായി പോവുകയാണെങ്കിൽ നമുക്കിതൊക്കെ കുറിച്ചൊക്കെ വല്ലതൊക്കെ അറിയാൻ സാധിക്കും അല്ലേ. അപ്പോൾ അതേ ഇതിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ കാട് പിടിച്ചേക്കണ കൂട്ടത്തിൽ ഒരുപാട് ചെടികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളുള്ള ചെടികളാണ്. പർപ്പിൾ കളറിലും അതുപോലെ തന്നെ വെള്ള കളറിലുള്ള പൂക്കളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കാര്യം ഇത് കാട് പോലെയാണ് വളർന്നേക്കണമെങ്കിൽ എന്ത് ഭംഗിയാണെന്ന് അറിഞ്ഞാൽ ഈ പൂക്കളൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. കണ്ടില്ലേ, നല്ല രസമായിട്ടാണ് ഇതിങ്ങനെ പൂത്തിങ്ങനെ നിൽക്കണത്. അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് തന്നെ യെല്ലോ കളറിലുള്ള പൂക്കളും നിൽപ്പുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇങ്ങനെ കണിക്കൊന്ന പൂത്ത് നിൽക്കണ പോലെയൊക്കെ തോന്നും. എന്തായാലും എന്ത് രസമാണല്ലേ കാണാൻ. എനിക്കല്ലെങ്കിൽ പൂക്കളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വീഡിയോ എടുക്കാനായിട്ടൊരു ഇൻട്രസ്റ്റാണ്. പിന്നെ കുറേ ഇലകളും ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പൂക്കൾക്ക് മാത്രമല്ല ഇലകൾക്കും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഈ കാണുന്നതൊക്കെ ഇലകളാണ്. ഇവിടെ പൂക്കൾ മാത്രമല്ല കേട്ടോ, പല ടൈപ്പ് കായകളും നമ്മൾ ഈ കാടിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വഴിയെ കാണിക്കാം. ഇവിടെ ഒരു നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ ഈ കാഴ്ച കാണാനായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഈ ഇവിടെ എഴുതി വെച്ചേക്കണ ബോർഡൊക്കെ വായിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അതേ ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഇത് കണ്ടില്ലേ, പല പല സ്ഥലങ്ങളിലായിട്ട് ആളുകൾ ഇങ്ങനെ കാണാൻ വന്നേക്കണത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഒരു വലിയ സ്റ്റേജാണ് കേട്ടോ കാണുന്നത്. ഇവിടെ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഈ സ്റ്റീൽ കമ്പനിയിലൊക്കെ ഇങ്ങനെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ട്. രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലുക്ക് തന്നെയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഓരോ സീസൺ അനുസരിച്ച് ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ മാറും കേട്ടോ. അതായത് മഞ്ഞൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ലുക്കായിരിക്കും. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആവാറായപ്പോഴത്തേനും ക്രിസ്മസിൻ്റേതായ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് ആകെ ഒരു പ്രത്യേക വൈബ് തന്നെയായിരിക്കും ഈ സ്ഥലത്ത്. ഇതിൻ്റെ ഓരോ നിർമ്മിതിയൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും അത്ഭുതം തോന്നും അല്ലേ. കാരണം വെച്ചാൽ എന്തോരം സ്റ്റെപ്പുകളാണെന്ന് അറിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആളുകൾ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറി എങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ പണിയെടുത്തിട്ടുണ്ടാവുക. ഇവരിത് നശിഞ്ഞ് ഉപയോഗശൂന്യമാണെങ്കിൽ പോലും അത് ആളുകൾക്ക് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ നിലനിർത്തിക്കൊണ്ടു ഇങ്ങനെ വച്ചേക്കണ കാരണം നമുക്കൊക്കെ ഇതൊക്കെ കാണാൻ പറ്റി. മാത്രമല്ല ഇതൊക്കെ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് പകർത്താൻ സാധിച്ചാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടമായോ എന്നുള്ളത്. ഇവിടെ അമേരിക്കയിൽ എനിക്ക് തോന്നണം ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ പഴയ ഇങ്ങനെ ഉപയോഗശൂന്യമായിട്ടുള്ള ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഇങ്ങനത്തെ ഇതൊക്കെ. അപ്പോൾ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ഇങ്ങനെ തുറന്നു കൊടുത്തേക്കാണ്. അങ്ങനെ ഇതിൻ്റെ അടിഭാഗമൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടിയാവും കേട്ടോ. ആകെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കണേണ്. വല്ല പാമ്പൊക്കെ ഉണ്ടോയെന്ന് പോലും നമുക്ക് തോന്നിപ്പോവും കേട്ടോ. അതേപോലെയാണ് അതിൻ്റെ അകമൊക്കെ ഇങ്ങനെ കിടക്കണത്. അവരത് ഇങ്ങനെ ടച്ച് ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ മേളിൽ ഇങ്ങനെ പാലം വെച്ച് ഇങ്ങനെ കെട്ടിയേക്കാണ്. അതും ഇങ്ങനെ ഇരുമ്പുകൾ കൊണ്ടിട്ടുള്ള ഇങ്ങനെ അഴികളെ. അപ്പോൾ അതിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കണത്. വലിയ വീതി കൂടിയ വഴിയാണ് അവരിങ്ങനെ ഉണ്ടാക്കിയേക്കണം. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബെഞ്ചുകൾ പോലെയൊക്കെ ഇവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്ന സമയമെന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ള ഒരു സമയം കേട്ടോ.
അപ്പോൾ ഈ ഫാക്ടറിയുടെ നടുക്കായിട്ട് ഇതേ ഇങ്ങനത്തെ ഒരു പോർഷൻ ഉണ്ട്. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. അവിടെയൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയാകുമ്പോൾ എനിക്ക് തോന്നണം അതൊക്കെ ഫുള്ള് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ടേ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇത് ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കയറണതിന് പ്രത്യേകിച്ച് ഫീസാ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, ഫ്രീ ആണ്. നമ്മളങ്ങനെ കുറേ നേരം നടന്നതിന് ശേഷം ഇപ്പോൾ അതേ ഒരു സ്ഥലത്ത് ബെഞ്ചിൽ ഇരുന്നേക്കാണ്. നല്ല വെയിലായതുകൊണ്ടേ ഭയങ്കര ഒരു ഇതായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളവിടെ അങ്ങനെ ഇരുന്നതാണ്. ഈ ഭാഗത്ത് ഫുള്ള് മെഷീനുകളൊക്കെയാണ് കാണുന്നത്. അതായത് പണ്ട് സ്റ്റീലുകളും ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മെഷീനുകളാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നണേ. എന്തോരം വിലപിടിപ്പുള്ള മെഷീനുകളൊക്കെ ആയിരിക്കും അല്ലേ. ഇപ്പോൾ പുതിയ പുതിയ ടെക്നോളജികളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ആവശ്യമില്ലാന്ന് തോന്നണേ. ഈ മെഷീനുകളൊന്നും ആവില്ലല്ലോ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവുക. ഇതിങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ഈ ഒരു വലിയൊരു ഹോള് പോലെ ഇങ്ങനെ നീളത്തിൽ അറ്റം വരെ ഉണ്ട് ഈ മെഷീനുകളൊക്കെ. ഇവിടെ മലയാളികൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതൊരു എന്താ പറയുക, കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ബദലഹേമിൽ ഇങ്ങനെ ഒരു സ്റ്റീൽ കമ്പനി. ബദലഹേമിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ഇവിടെ മെയിനായിട്ട് കാണാനുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ട് ഇതാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നത്. പക്ഷേ എങ്കിൽ ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ ഒരു നേരമാവും. പിന്നെ വേറെ എവിടെയും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ബദലഹേം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗം ഡ്രസ്സൊക്കെ ധരിക്കുന്ന ഒരു ആളുകളാണ്. എനിക്ക് തോന്നണേ ഈ ആംഷ് വില്ലേജിലൊക്കെ ആളുകളുടെ ഡ്രസ്സുകളൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലത്തെ ഒരു വേഷവിധാനമൊക്കെ ബദലഹേമിലെ ആളുകൾ ധരിക്കുന്നതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടൂറിസ്റ്റ് സ്ഥലത്തും ഞാൻ 1-2 ആളുകളെയൊക്കെ അങ്ങനത്തെ ഡ്രസ്സ് ധരിച്ച ആളുകളെയൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ടേ. പിന്നെ ആ ഒരു സ്പോട്ടൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോകണോ എല്ലാത്തിനും കൂടിയുള്ള സമയമൊന്നും ഇപ്പോൾ തികയുമെന്ന് നമുക്ക് തോന്നണില്ല. അപ്പോൾ ഞാൻ നടക്കണ വഴിയൊക്കെ ഒന്ന് വീഡിയോ എടുത്താണ്ടോ. ചെറിയ ചെറിയ ഇങ്ങനെ അഴികൾ പോലെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. താഴെ ഇങ്ങനെ നമുക്ക് കാണാം കേട്ടോ. അത് നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ കാണാൻ പറ്റൂല. പക്ഷേ നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാട് പിടിച്ച് കിടക്കണതും ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ സ്റ്റീലിൻ്റെ കമ്പനി നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ ഞാൻ നേരത്തെ കായകളുടെ കാര്യം പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ. കുറേ കായകളൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല വയലറ്റ് കളറിലുള്ള കായകൾ കാണാനായിട്ട് ഇങ്ങനെ മുന്തിരിക്കൊല കിടക്കണ പോലെയാണ് കേട്ടോ ഇത് കാണാൻ സാധിക്കുക. കണ്ടില്ലേ എന്ത് ഭംഗിയാണല്ലേ ഈ പച്ച കളറിലുള്ള ഈ ഇലകളുടെ ഇടയിൽ ഇങ്ങനെ വയലറ്റ് കളറിലുള്ള കായകൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ബെഞ്ചിൽ ഇരുന്നായിരുന്നേ. അപ്പോൾ ആ ബെഞ്ചിൻ്റെ ബാക്കിലായിട്ടാണ് ഈ ഒരു മരം കണ്ടത്. അപ്പോൾ ഞാനതെങ്ങനെ വീഡിയോ എടുത്താണ്. അപ്പോൾ നമ്മളിത് ഗൂഗിളിൽ തപ്പിയപ്പോൾ ഇതിൻ്റെ പേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ വായിക്കാൻ പറ്റൂല കേട്ടോ. വല്ലാത്തൊരു പേരാണ്. മാത്രമല്ല ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് എന്നൊക്കെയാണ് നമ്മൾ ഗൂഗിളിൽ കണ്ടത്. പക്ഷേ എങ്കിൽ നമ്മളിപ്പോൾ ഇതൊന്നും കഴിക്കാൻ നിൽക്കണില്ല. പ്രത്യേകിച്ച് പിള്ളേരൊക്കെ കാണുമ്പോഴേ ഇത് ഭയങ്കര ഒരു ആകർഷണം തോന്നി ഇത് പറിച്ചെടുക്കാനും കഴിക്കാനൊക്കെ സാധ്യതയുണ്ട്. കാരണം ഇതിപ്പോൾ നമ്മൾ നടക്കണ വഴിയിലായിട്ടാണ് ഈ ഒരു മരം നിൽക്കുന്നത്. അതിങ്ങനെ നിറഞ്ഞിങ്ങനെ കായകൾ കിടക്കണ കാണുമ്പോൾ ആർക്കായാലും എനിക്ക് പോലും അത് പറിച്ചെടുക്കാൻ തോന്നുന്നുണ്ട്. അതുമാതിരിയാണ് അതിങ്ങനെ കാണാനായിട്ട്. പിന്നെ നമ്മൾ കണ്ടത് വെളുത്ത ഒരു കായകളുള്ള മരങ്ങളാണ്. അതിൽ കുറച്ച് കായകളെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന് ശേഷം നമ്മൾ കണ്ടത് ഇതുമാതിരത്തെ ചുമന്ന കായകളാണ്. ഇതും കാണാൻ എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ മണിമണി പോലെ നേരത്തെ കണ്ട പോലെ അല്ല കേട്ടോ. നേരത്തെ ഇങ്ങനെ കൊല പോലെയായിരുന്നു. ഇത് പക്ഷേ എങ്കിൽ ഇങ്ങനെ മണി പോലെ ഇങ്ങനെ ഓരോന്നായിട്ടാണ് കേട്ടോ. ഇത് രസമാണെന്ന് പറഞ്ഞു. ഇങ്ങനെ നിറഞ്ഞിങ്ങനെ ഉണ്ടായി കിടക്കണത് കാണാനായിട്ട്. ഇത് നമ്മൾ ഗൂഗിളിൽ തപ്പിയപ്പോൾ ഇത് വിഷക്കായാണെന്നാണ് കേട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും നല്ല രസമുണ്ടല്ലേ, കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറിച്ചെടുക്കാൻ തോന്നും. അതുമാതിരിയാണ് ഇതിങ്ങനെ നിറഞ്ഞിങ്ങനെ ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ വെറൈറ്റി കായകളൊക്കെ നമ്മൾ ഈ പോകുന്ന വഴിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്താണ്ട് ഇതിങ്ങനെ കാട് പിടിച്ച് കിടക്കണതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ മരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മളപ്പോൾ അത് ഇങ്ങനെ നടത്തം ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ. കാണല കാഴ്ചയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ഇറങ്ങാനുള്ള വഴിയാണ് നോക്കണത്. നമ്മളിപ്പോൾ വന്ന വഴി തന്നെ തിരിച്ചിറങ്ങുകയാണ്. കാരണം വെച്ചാൽ അപ്പുറത്ത് വേറെ വഴിയുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അതിലിറങ്ങണില്ല. അപ്പോൾ ഇങ്ങോട്ട് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ച്. നേരത്തെ കയറിയ പോലെ സ്റ്റെപ്പല്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ലിഫ്റ്റും ഉണ്ട്. ലിഫ്റ്റ് വഴി താഴേക്ക് ഇറങ്ങാം. നമ്മളപ്പോൾ ലിഫ്റ്റ് വഴി താഴേക്കാണ് ഇറങ്ങിയത്.
ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടെ ഒരു എക്സിബിഷൻ നടക്കണ്ടെന്ന്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടൊക്കെ പോകാം കേട്ടോ. അവിടെ എന്താണ് സംഗതി എന്ന് അറിയാലോ. ഒരുപാട് ആളുകൾ അവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനോട് ചേർന്ന് തന്നെ ഒരു വലിയ റെസ്റ്റ് ഏരിയ ഒക്കെ കണ്ടേ. ഇതൊരു റെസ്റ്റ് ഏരിയയാണ്. അപ്പോൾ നമ്മളൊക്കെ നാട്ടിലൊക്കെ പോലെയൊക്കെ തന്നെ ഉള്ളൊരു എക്സിബിഷനാണെന്ന് വിചാരിച്ചാണ്ടോ നമ്മളിവിടെ ഇതിൻ്റെ അകത്തേക്ക് കയറിയത്. ഒരുപാട് ഷോപ്പുകളൊക്കെ നമ്മളിവിടെ കണ്ടായിരുന്നു. കൂടുതലും ഈ എന്താ പറയുക, ആഭരണങ്ങൾ, ഡ്രസ്സുകൾ, പിന്നെ ഫുഡുകൾ, അതൊക്കെ നമ്മളിവിടെ കണ്ടായിരുന്നു. ഫുഡെന്ന് പറഞ്ഞാൽ കൂടുതലും ഈ എന്താ പറയുക, ബർഗർ അതൊക്കെയാണ്ടോ. പിന്നെ ഇവിടെ എന്തൊക്കെയോ കുറേ ഐറ്റംസുകൾ. പിന്നെ ആകെ എല്ലാവരുടെയും കയ്യിൽ ഈ ബോട്ടിൽ, അതായത് മദ്യക്കുപ്പികൾ, ബിയറിൻ്റെ കുപ്പികൾ, അതൊക്കെയാണ്ടോ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. എല്ലാവരുടെ കയ്യിലും ഉണ്ട് കേട്ടോ. ഇത് ഫുള്ള് അമേരിക്കൻസ്. എനിക്ക് തോന്നണം എന്താണ് സംഗതി എന്നറിയില്ല. ചെറിയൊരു എക്സിബിഷൻ പോലെ കണ്ടു. അപ്പോൾ ഒന്ന് വന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയത്. അപ്പോൾ അതേ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവരിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബൗളിലൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വൈനാണോ മദ്യമാണോ എന്താണെന്നൊന്നും എനിക്കൊരു പിടുത്തമൊന്നുമില്ല. ജസ്റ്റ് കണ്ടു, ഇങ്ങനെ വീഡിയോയൊക്കെ എടുത്തതാണ്. ഫുള്ള് ഇങ്ങനെ സെക്യൂരിറ്റി കാര്യങ്ങൾ, പോലീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പം ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് എല്ലാവരുടെ കയ്യിലും പട്ടിക്കുട്ടികളുണ്ട് കേട്ടോ. ഒരു പട്ടിക്കുട്ടി മാത്രമല്ല കേട്ടോ, ഒരാളുടെ കയ്യിൽ 2, 3 കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, എന്ത് തിരക്കാണ്, ഭയങ്കര തിരക്കാണ് കേട്ടോ. ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു നമ്മൾ ആ ഭാഗത്തൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു ഡ്രസ്സ് ഷോപ്പാണ്. അപ്പം ജസ്റ്റ് ഇതിൻ്റെ അകത്ത് കയറി കേട്ടോ. എന്തെങ്കിലും ഉണ്ടോ, വല്ല സൂവനീർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ കയറിയത്. പക്ഷേ ഇവിടെ സൂവനീറൊന്നും കണ്ടില്ല. കുറേ ഡ്രസ്സുകൾ, തൊപ്പികളൊക്കെ കണ്ട്. പിന്നെ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു പാത്രം ഉണ്ടാവും, ഒരു ജഗ്. അതായത് ഇങ്ങനെ ഈ ബിയറൊക്കെ ഇവർ കുടിക്കണ ഒരു ബോട്ടിലാണെന്നാട്ടോ എനിക്ക് തോന്നണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എന്തായാലും ആ ഒരു പാത്രം. നല്ല രസമുണ്ടല്ലേ ആ ഒരു ജഗ് കാണാനായിട്ട്. എല്ലാവരും കണ്ടില്ലേ, അതൊക്കെ ഇങ്ങനെ വാങ്ങി അതിലാണ് ഇവരിങ്ങനെ മദ്യമൊക്കെ വാങ്ങി കുടിക്കണത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ആ പാത്രത്തിൻ്റെ ആ ഷേപ്പ് കാണാൻ ഒരു പ്രത്യേക ലുക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് മദ്യമൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കുക, ഇരിക്കുക, അങ്ങനെയൊക്കെ കാണാൻ സാധിക്കും. എല്ലാവരും ഫാമിലി ആയിട്ടാണ് കേട്ടോ അവിടെ വന്നേക്കണത്, കുഞ്ഞു കുട്ടികളെയൊക്കെ ആയിട്ട്. പിന്നെ പിള്ളേർക്ക് പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ നമ്മളവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ കണ്ടില്ലേ, പിള്ളേർ കളിക്കണത് ഒരുപാട് ഗെയിംസുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ അതേ ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് ഫുഡ് അടിക്കലൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു ഫുഡ് കോർട്ടും പിന്നെ അങ്ങനെ ഉള്ളതൊക്കെ കണ്ടായിരുന്നു. അതേ ഒരു ലേഡിയുടെ കയ്യിൽ പട്ടിക്കുട്ടീനെ കണ്ട. ശരിക്കും പറഞ്ഞാൽ ഒരു ആടിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു പട്ടിക്കുട്ടിയാണ്. എന്ത് വലിപ്പമുള്ള പട്ടിക്കുട്ടികളൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയിട്ടാണ്. വലിയ വലിപ്പമുള്ള, ഞാൻ അത്രയും വലിപ്പമുള്ള പട്ടികളെയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു പട്ടിക്കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നണ അത് അങ്ങനത്തെ മോഡലാണ്, അല്ലാതെ കുഞ്ഞല്ല. വളരെ കുഞ്ഞുങ്ങളായിട്ടുള്ള പട്ടിക്കുട്ടികൾ. അതും ഇത് കണ്ടില്ലേ, എല്ലാ പട്ടിക്കുട്ടികളും ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വന്നേക്കണത്. ഭൂരിഭാഗം പട്ടിക്കുട്ടികളെ നമുക്ക് അങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് അതുങ്ങൾ ഇങ്ങനെ നടക്കണതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ അതിലൂടെയൊക്കെ കുറേയൊക്കെ ഇങ്ങനെ നടന്നിട്ടാണ്. ജസ്റ്റ് ഒന്ന് വന്ന് വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നത്. ഒരു പ്രത്യേക ഒരു വൈബട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ. എനിക്ക് തോന്നണേ എന്തോ മദ്യവുമായി ബന്ധപ്പെട്ട എന്തോ പ്രോഗ്രാമാണെന്നാണ്ടോ എനിക്ക് തോന്നണേ. എല്ലാവരും ഇങ്ങനെ കയ്യിലിങ്ങനെ മദ്യമൊക്കെ വെച്ച് ഇങ്ങനെ കുടിക്കണൊക്കെ ഉണ്ടായിരുന്നത്. ഇത് കണ്ടില്ലേ, എല്ലാവരും അതൊക്കെ വെച്ച് ഫോട്ടോസ് എടുക്കണതൊക്കെയാണ് കേട്ടോ കാണുന്നത്. ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കണതൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതേമാതിരി ടേബിളിലൊക്കെ ഫുള്ള് ഇങ്ങനെ മദ്യമൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതെന്താണ് സംഗതി, ഇതിൻ്റെ പേര് ഒന്നും എനിക്കറിയില്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഒരു പ്രത്യേക വൈബല്ലേ. നമ്മൾ അങ്ങനെ ആ സ്റ്റീൽ കമ്പനിയോട് ചേർന്ന് തന്നെ ഉള്ളൊരു എക്സിബിഷനാണ് കണ്ടത്. He can do it, anyone can do that. ഇവിടെ ഇപ്പോൾ ചെറിയൊരു ഡാൻസ് ഷോ കണ്ടായിരുന്നേ. വേണമെങ്കിൽ നമുക്കും പങ്കെടുക്കാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വരുന്നവരും എല്ലാവരും കൂടി കൂടിയിട്ടാണ് ആ ഡാൻസ് കളിക്കുന്നത്. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബദലഹമിലെ ആളുകളുടെ ഡ്രസ്സാണ് കേട്ടോ അത്. ആ കുറച്ച് പെൺകുട്ടികൾ ഇട്ടേക്കണ കണ്ടില്ലേ, അതുപോലെ തന്നെ ആണുങ്ങളും ഉണ്ട്. അപ്പോൾ അവരുടെ വേഷങ്ങളാണ് ആ കാണുന്നത്. പിന്നെ അതുകൂടാതെ
ബാക്കി കാണുന്ന ആളുകളൊക്കെ അവിടെയൊക്കെ വന്നേക്കണവരാണ്ടോ. നമുക്ക് വേണമെങ്കിൽ പോയി കളിക്കാവുന്നതേ ഉള്ളൂ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ഒരു വൈബാണ്. വരുന്നവരെല്ലാവരും മദ്യമൊക്കെ കഴിക്കുക, ഡാൻസ് കളിക്കുക, ഫുഡ് അടിക്കുക, ഒരു പ്രത്യേക ഒരു വൈബ്. നമ്മളിപ്പോൾ നേരത്തെ കണ്ട സ്റ്റീൽ കമ്പനിയാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു ഈവൻ്റ് ഇങ്ങനെ നടക്കുന്നത്. ഇത് ഇങ്ങനെ എപ്പോഴെങ്കിലും തീരണ മട്ടൊന്നും കാണുന്നില്ല കേട്ടോ. നമ്മൾ പിന്നെ അങ്ങനെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ച്, കാരണം നമുക്ക് പറ്റിയ ഫുഡും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് സ്ഥലം വിടണം. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രത്യേക വൈബ് കേട്ടോ. അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാൻ പറ്റും അങ്ങനെ. അപ്പോൾ ഈ പോകുന്നതിൻ്റെ വാതൊക്കെ തന്നെ ഈ ബ്ലാക്ക് കളറുള്ള ഡ്രസ്സ് ഇട്ടേക്കണുണ്ട്. അതാണ് ഇവിടുത്തെ പോലീസുകാർ. അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പോലീസുകാരാണ്ടോ അവിടെ അങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ അതേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണോടത്ത് എത്തി. നമ്മളിപ്പോൾ തിരിച്ച് പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് തപ്പിയാണ്ടോ പോകുന്നത്. അപ്പോൾ അതേ ആ സ്റ്റീൽ കമ്പനിയുടെ ഓരോരോ ഭാഗങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിയിൽ ചെറുതായിട്ടൊക്കെ കാണാൻ സാധിക്കും. എന്തായാലും നല്ല രസമുണ്ടായിരുന്നല്ലേ ആ ഒരു സ്റ്റീൽ കമ്പനിയുടെ കാഴ്ചകൾ. ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടില്ല. കാരണം വെച്ചാൽ അത് നേരിട്ട് കാണാനാണ് കുറച്ചും കൂടി ലുക്ക്. വീഡിയോയിൽ നിങ്ങൾ എത്രമാത്രം എൻജോയ് ചെയ്തെന്ന് എനിക്ക് അറിയാൻ പറ്റണില്ല. എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടെ നിങ്ങൾക്കത് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. നമ്മളങ്ങനെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് വന്നിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമ്മളിപ്പോൾ അതേ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊരു അടിപൊളി സ്ട്രീറ്റിലാണ്ടോ നമ്മളിപ്പോൾ വന്നേക്കണം. നല്ല തിരക്കുള്ളൊരു സ്ട്രീറ്റാണ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ഈ കാണുന്ന റെസ്റ്റോറൻറ്റിലാണ്ടോ നമ്മൾ വന്നേക്കണത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ആ റെസ്റ്റോറൻറ്റിൽ. അങ്ങനെ അതേ ഫുഡൊക്കെ കിട്ടി. അപ്പോൾ ഇവിടെ പാർസൽ രൂപത്തിലാണ്ടോ ഫുഡൊക്കെ കിട്ടുക. അപ്പോൾ ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ കൊണ്ടുപോകാം അങ്ങനെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്ത ഡിഷ് എന്ന് പറഞ്ഞാൽ ഇത് ചിക്കനും റൈസും വെജിറ്റബിളും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിഷാണ്. നല്ല അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് മാത്രത്തെ ഒരു ഫ്രൈഡ് ചിക്കൻ മോഡലായിരുന്നു കേട്ടോ. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബീഫും ചിക്കനും രണ്ടും കൂടി വെജിറ്റബിളൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷവർമ. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു പുറത്തിറങ്ങി. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ആ വാറൊക്കെ തന്നെ ഇത് കണ്ടില്ലേ പൂക്കളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ബൊക്ക വെച്ച പോലെയാണ്ടോ തോന്നുക അല്ലേ. ഒരു ബൊക്ക ഇരിക്കണ പോലെയല്ലേ തോന്നുക, അല്ലാതെ ഒരു ചെടിച്ചട്ടിയിൽ ചെടി ഇരിക്കണ പോലെ തോന്നുന്നു. ഇലകളൊന്നുമില്ല അല്ലേ. നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാനായിട്ട്. അങ്ങനത്തെ ചെടികളും പൂക്കളൊക്കെ ആ റോട്ടിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ്ട് നമ്മളിപ്പോൾ വന്ന റെസ്റ്റോറൻറ്റ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഈ സ്ട്രീറ്റിലുണ്ടായിരുന്നു. ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ ആ ഒരു സ്ട്രീറ്റ്. നമ്മളങ്ങനെ ഇപ്പോൾ തിരിച്ച് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ. ഒരു 1.5 മണിക്കൂർ യാത്ര ഉള്ളൂ ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. ഇന്നത്തെ സ്റ്റീൽ കമ്പനിയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.